ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ അഡ്മിഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. കൂടാതെ കഴിഞ്ഞ വർഷം എത്ര വരെ ഉള്ളവർക്കാണ് ഇൻഡെക്സ് മാർക്ക് അല്ലെങ്കിൽ എത്ര വരെ റാങ്ക് ഉള്ളവർക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. കൂടാതെ ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്, അതായത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ അത് ട്രയൽ അലോട്ട്മെൻറ്റും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും എപ്പോഴാണ് വരുന്നതെന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാം 2024-25 അധ്യയന വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ അഡ്മിഷന് വേണ്ടിയുള്ള വൺ ടൈം രജിസ്ട്രേഷൻ 19/6/2024 വരെ ദീർഘിപ്പിച്ചിരുന്നു. അപ്പോൾ ടൈം ടേബിളിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് 19/6 വരെ നിങ്ങൾക്കിപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ ഫീ റിമിറ്റൻസ് എന്ന് പറയുന്നത് ജൂൺ 19 വരെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെയും ആപ്ലിക്കേഷൻ സമർപ്പിക്കാത്തവർക്ക് ഇതൊരു അവസരമാണ്. അവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യാവുന്നതാണ്. കൂടാതെ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് 20/6/2024 അതിനുശേഷം നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 25. അപ്പോൾ ജൂൺ 25 നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും വരുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് നോക്കാം. ട്രയൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞ വർഷത്തെ വെച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ കാണാം. കൂടാതെ ട്രയൽ റാങ്ക് ഡീറ്റെയിൽ കാണാം. നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ കാണാൻ സാധിക്കും. ഇതെല്ലാം ട്രയൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രയൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താൻ സാധിക്കും. നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് പുതിയ കോളേജ്, പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻഡെക്സ് മാർക്കിന് അനുസരിച്ചിട്ടുള്ള കോളേജുകൾ, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ അതിൽ നമ്മുടെ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ കാണും. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കാണാൻ സാധിക്കും. ആ ഇൻഡെക്സിനനുസരിച്ചിട്ടുള്ള കോളേജുകളും ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്തും പുതിയ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന കോളേജുകളും ഓപ്ഷനും കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. ആ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1/7/2024. അതിനുശേഷമാണ് നമ്മൾ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ അതേപറ്റിയുള്ളത് ആ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്താണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ അതേപറ്റിയുള്ള ഡീറ്റെയിൽ നമുക്ക് വരും വീഡിയോകളിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സും എത്ര റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും ഡിസ്ട്രിക്റ്റ് പോളിടെക്നിക് കോളേജ് ഡിപ്ലോമ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പത്തനംതിട്ട സെലക്ട് ചെയ്തു. ഏത് പോളിടെക്നിക് കോളേജാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ വെണ്ണിക്കുളം സെലക്ട് ചെയ്തു. ഡിപ്ലോമ പ്രോഗ്രാം ഞാനിവിടെ ഇലക്ട്രോണിക്സ് സെലക്ട് ചെയ്തിട്ട് ജനറൽ കോട്ട ഞാൻ സെലക്ട് ചെയ്ത് വ്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവിടെ എത്ര ഇൻഡെക്സ് അല്ലെങ്കിൽ എത്ര റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ വെച്ച് ഒരു ഐഡിയ കിട്ടും, ഈ ഒരു ഇൻഡെക്സ് സ്കോർ വരെയുള്ളവർക്കും ഈ ഒരു റാങ്ക് വരെയുള്ളവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം ഇങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരാവുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. പോളിടെക്നിക് ലാസ്റ്റ് ഇൻഡെക്സ് ആൻഡ് റാങ്ക് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അഡ്മിഷൻ 2023-24 ലാസ്റ്റ് ഇൻഡെക്സ് സ്കോർ ആൻഡ് റാങ്ക് എന്നുള്ളത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് മാർക്കും എത്ര റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കും. ഇത് ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ വർഷം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റാങ്ക് ഡീറ്റെയിൽ ഒക്കെ വന്നതിന് ശേഷം ഞാൻ അതേപ്പറ്റിയുള്ള വീഡിയോ ഷെയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പല കൂട്ടുകാരും എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും വന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.